ഒരു നാട് വളരേണ്ടത് എങ്ങനെയാണ്? പ്രകൃതിയാകെ നശിപ്പിച്ചുകൊണ്ട് ശ്വസിക്കാൻ ശുദ്ധമായ വായു പോലുമില്ലാത്ത വികസനം യഥാർത്ഥത്തിൽ വികസനമാണോ? രണ്ടാമതൊന്നും ആലോചിക്കാതെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് അത് തങ്ങളുടെ വഴിയല്ലെന്ന് ഉറപ്പിച്ചു പറയും. പഞ്ചായത്ത് മുന്നോട്ടുവെച്ച ജൈവ വൈവിധ്യ പദ്ധതി ഇന്നൊരു മാതൃകയാണ്. മികച്ച പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള ബ്ലൂ പ്ലാനറ്റ് പുരസ്കാരം നേടിയ ജപ്പാൻ സസ്യശാസ്ത്രജ്ഞൻ അകിര മിയാവാക്കി വികസിപ്പിച്ചെടുത്ത ഒരു വനവൽക്കരണ രീതിയാണ് മിയാവാക്കി വനം. ആ മാതൃകയിൽ പഞ്ചായത്തും വനം നിർമ്മിച്ചു. പഞ്ചായത്തിൽ 6350 വീടുകളിലും എല്ലാ വർഷവും ഔഷധച്ചെടികൾ നൽകുന്ന ഔഷധ ഗ്രാമം പദ്ധതി, ശലഭങ്ങൾക്കൊരിടം നൽകാൻ ശലഭോദ്യാനം പദ്ധതി, ഇതെല്ലാം പഞ്ചായത്തിന് കീഴിലുണ്ട്. നക്ഷത്രവനം, കരിമ്പനാക്കൂട്ടം, കാർബൺ ന്യൂട്രൽ വനവൽക്കരണം, അങ്ങനെ വേറെയും പദ്ധതികൾ. 5 വർഷം കൊണ്ട് 15 ലക്ഷം രൂപ ഇതുവരെ പദ്ധതിക്കായി ചെലവഴിച്ചു. ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായം പഞ്ചായത്തിന് ലഭിച്ചു. പ്രകൃതി സംരക്ഷണത്തിന് മികച്ച മാതൃക മുന്നോട്ടുവച്ചതിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. പരിസ്ഥിതിയിലുള്ള ഇടപെടലുകൾ കൂടുതൽ ശക്തമായി മുന്നോട്ടു കൊണ്ടുപോകേണ്ട കാലമാണെന്ന് അടിവരയിടുന്ന പഞ്ചായത്ത് ആ വീക്ഷണം ചെറുതല്ലാത്ത കയ്യടി അർഹിക്കുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.